ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലുള്ള ലിലി ആൻഡ് ദ ബെയർ എന്ന് പറയുന്ന സ്റ്റോറിയുടെ ചെറിയൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 62ലാണ് ഈ ഒരു ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ ലിലി ആൻഡ് ദ ബെയർ എന്ന് പറയുന്ന സ്റ്റോറിയുടെ കംപ്ലീറ്റ് മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. Look at the pictures and select sentences suitable to them. അപ്പോൾ ഇവിടെ 6 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് സെലക്ട് സെൻറ്റൻസസ് സ്യൂട്ടബിൾ ടു ദം. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള സെൻറ്റൻസസ് നമ്മൾ താഴെ കൊടുത്തതിൽ നിന്ന് എടുത്തെഴുതുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ബോക്സസ് ഗിവൺ. കൊടുത്തിട്ടുള്ള ബോക്സസിലാണ് ആ ഒരു സെൻറ്റൻസ് എഴുതേണ്ടത്. താഴെ സെൻറ്റൻസ് ഉണ്ട്, നമുക്കത് വായിച്ചിട്ട് ഈ ഒരു പിക്ചേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള സെൻറ്റൻസ് നമുക്ക് ഓരോ പിക്ചറിൻ്റെ ബോക്സിന് നേരെയും കൊടുക്കാം. ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ലിലി ഷോട്ട് എ സ്റ്റോൺ അറ്റ് ദ ഹണി കോംബ്. ഹണി കോംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തേനീച്ചക്കൂടാണ് അല്ലേ? സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല്. അപ്പോൾ ലില്ലി ഒരു കല്ല് വെച്ചിട്ട് ആ കവണയിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് വിടുന്നത് നമ്മൾ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കല്ല് വെച്ചിട്ട് ആണിങ്ങനെ വലിച്ചിങ്ങനെ വിടുമ്പോൾ ആ കല്ല് പോയിട്ട് എവിടെ അടിക്കും? ഹണിക്കോമ്പിൽ അടിച്ചിട്ട് ഹണിക്കോമ്പ് താഴെ വീഴുന്നുണ്ട് അല്ലേ? ആ ഒരു സെൻറ്റൻസ് ഏത് പിക്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്? 4ാമത്തെ പിക്ചർ അല്ലേ? അതാ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ലില്ലി ആ ഒരു കവണ വെച്ചിട്ട് സ്റ്റോൺ ഇങ്ങനെ വലിച്ചു പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ അവിടെയാണ് എഴുതേണ്ടത്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ലില്ലി പ്രസ്ഡ് ദ ബൺ. ലില്ലി ബണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ബണ്ണുണ്ടല്ലോ, അതിങ്ങനെ പ്രസ് ചെയ്യുന്നു. അതേത് പിക്ചറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? 5ാമത്തെ പിക്ചർ അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സിൽ എഴുതാം. അടുത്ത സെൻറ്റൻസ് നോക്കാം. ലില്ലി സോ ദ ബിഗ് ബെയർ അണ്ടർ എ ട്രീ. ലില്ലി സോ എന്ന് പറഞ്ഞാൽ കണ്ടു. എന്തിനെയാണ് കാണുന്നത്? ബിഗ് ബെയർ, ഒരു വലിയ ബെയർ, വലിയ കരടിയെ കാണുന്നു. എവിടെയാണ് കണ്ടത്? അണ്ടർ എ ട്രീ, ഒരു മരത്തിന് താഴെയായിട്ട്. അങ്ങനെ ഒരു പിക്ചർ നമ്മളിവിടെ എവിടെയാണ് കാണുന്നത്? ഫസ്റ്റ് പിക്ചറാണല്ലേ? അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് പിക്ചറിൻ്റെ ബോക്സിൽ എഴുതാം. 4ാമത്തെ സെൻറ്റൻസ് നോക്കാം. ദ ബെയർ ക്രഷ്ഡ് ദ സ്റ്റോൺ ഇൻ ടു പീസസ്. ക്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊടിക്കുക. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കല്ലാണ് അല്ലേ? പീസസ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ. അപ്പം ദ ബെയർ ക്രഷ്ഡ് ദ സ്റ്റോൺ ഇൻ ടു പീസസ്. എന്താണ്? കരടി ഒരു കല്ല്, ഒരു സ്റ്റോൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കഷ്ണങ്ങളാക്കി പൊടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പിക്ചർ നമ്മൾ എവിടെയാണ് കാണുന്നത്? 3ാമത്തെയാണ് അല്ലേ? കരടിയുടെ കയ്യിൽ വലിയൊരു സ്റ്റോൺ ഉണ്ട്, അത് പൊടിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 3ാമത്തെ പിക്ചറിൻ്റെ ബോക്സിൽ ഈ ഒരു സെൻറ്റൻസ് എടുത്ത് എഴുതാം. 5ാമത്തെ പിക്ചർ നോക്കാം. ദ ഹണി കോംബ് ഫെൽ ഡൗൺ. ഹണി കോംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തേനീച്ചക്കൂടാണ് അല്ലേ? ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് പതിച്ചു. അപ്പോൾ ഹണി കോംബ് താഴേക്ക് വീണു, തേനീച്ചക്കൂട് താഴേക്ക് വീണു എന്നുള്ളൊരു അർത്ഥം വരുന്ന പിക്ചർ ഏതാണ്? ലാസ്റ്റ് പിക്ചറാണ്. അതിൽ നമുക്ക് കാണാം അല്ലേ? ഹണിക്കോമ്പ് താഴോട്ട് വീണിട്ടുണ്ട്, കരടി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അല്ലേ, തേന് കുടിക്കാനായിട്ട്. അപ്പം ആ ഒരു പിക്ചറിന് നേരെ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് എടുത്ത് എഴുതാം. ഏത് സെൻറ്റൻസാണ്? ദ ഹണിക്കോംബ് ഫെൽ ഡൗൺ എന്നുള്ള സെൻറ്റൻസ്. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ലിലി സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ. ലിലി സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു. എന്താ കണ്ടത്? ദ ഫുട് പ്രിൻറ്റ്സ്, കാൽപ്പാടുകൾ, ഓഫ് എ ബിഗ് ബെയർ. ആരുടെ കാൽപ്പാടുകളാണ്? ഒരു വലിയ ബെയറിൻ്റെ, വലിയൊരു കരടിയുടെ കാൽപ്പാടുകളാണ് ആര് കണ്ടത്? ലില്ലി കണ്ടത്. ആ ഒരു പിക്ചർ ഏതാണ്? നമുക്ക് 2ാമത്തെ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ലില്ലി ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒരുപാട് കാൽപ്പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ ലില്ലിയുടെ മുന്നിലായിട്ട്. അപ്പോൾ ലില്ലി അതാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമ്മൾ 2ാമത്തെ പിക്ചറിൻ്റെ ബോക്സിലായിട്ട് എഴുതണം. എന്താ എഴുതേണ്ടത്? ലിലി സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ. ലില്ലി ഒരു വലിയ കരടിയുടെ ഫുട് പ്രിൻറ്റ്സ്, കാൽപ്പാടുകൾ കണ്ടു. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. മാക്സിമം ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഓരോ സെൻറ്റൻസും വായിച്ചു കൊടുത്തിട്ട് അത് ഏത് പിക്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണെന്ന് അവർ തന്നെ പറയട്ടെ. അങ്ങനെ പറയണമെങ്കിൽ അവർക്ക് സ്റ്റോറി കൃത്യമായിട്ട് അറിയണം. അപ്പം കംപ്ലീറ്റ് മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന സ്റ്റോറി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അത് മാത്രമല്ല, ക്ലാസ് 2ലെ മറ്റ് ഏത് ലെസൺസ് ആണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് 2 ന്യൂ ഇംഗ്ലീഷ് ലെസൺസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.